ആദ്യമേ ഒന്ന് വെക്കുവാന്ന് ആരും അറിയണ്ട. ഫസ്റ്റത്തെ കട്ടള വെപ്പ് ഇതങ്ങ് ശരിയായാ മതിയായിരുന്നു. കൊടക്കരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാരം. കൊടക്കരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാരം. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. അയ്യോ അല്ല, ഞാൻ ഇവിടെ പറഞ്ഞാടി ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ വീടിന്റെ കട്ടള ദാണ്ട് ഇന്ന് കട്ടള കണ്ട. നീ പറഞ്ഞ കട്ടള വെക്കുമ്പോ ഇടാനുള്ള മാല കണ്ട. സോമേശ്വരി വന്ന് സോമേശ്വരി ഒരു ഹായ് പറഞ്ഞേ. ഇതേ ആ ചേച്ചി നമസ്കാരം. ഞാനാ കട്ടള. ഇവിടുത്തെ മേശിരിയെ 11:31 തന്നെ വെക്കും. നീ എന്തോ പറയുന്നേ? അല്ല ഞാൻ മേശിരി കട്ടള 11:37 തന്നെ വെച്ചിരിക്കും. ഒരുപാട് ക്ഷീണിച്ചല്ലോ. ചുമന്തരെന്ന് പറയാൻ ശരി ശരി. ഉറങ്ങല്ലേ ഇവിടെ 11:31 ഇത് വെക്കുന്നത്. ഇത് കണ്ടിട്ട് ഉറങ്ങാവൂ. ഞാൻ വിളിക്കാം കേട്ടോ. എങ്ങനെയെങ്കിലും വീട് എങ്ങനെയും പണിയെടുത്തേ പറ്റത്തുള്ളൂ. എങ്ങനെ സംഘടിപ്പിച്ചു? ഞാൻ ലോൺ എടുത്തയാ. പെണ്ണുപിള്ളേ പെണ്ണുപിള്ളാരെന്ന് വെച്ചേ. ഞാൻ വീടിന്റെ കാര്യമായിരിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ചേരും അതുകൊണ്ട്. അതാണ്. അയ്യോ എന്റെ അമ്മാവന്മാർ ഉറപ്പിച്ചു തന്നെ പാവം പിടിച്ച് പെണ്ണാന്നേ. പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോ തന്നെ എന്നെ വീട്ടങ്ങ് പോകത്തില്ല. പിന്നെ രാത്രി ഞങ്ങൾ രണ്ടും കിടന്ന് ഉറങ്ങൂല്ലയോ? ഇപ്പോൾ ഉറങ്ങത്തില്ലെന്നേ. എന്നെ കുറുമ്പാന്നറിയാവോ? എന്ത് ചെയ്യണം? ആ DDT പൊടി ഇട്ടാ മതി. കുറുമ്പോ? കുറുമ്പിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറുമ്പെന്നല്ല പറഞ്ഞ കുറുമ്പെന്നാ ഞാൻ പറഞ്ഞു. എവിടെ ജോലി? എവിടാ? ന്യൂസിലൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ന്യൂസ് നോക്കി. ഞാനിതൊന്നും കണ്ടില്ലല്ലോ. ന്യൂസിലുണ്ടെന്ന് പറഞ്ഞേ. ന്യൂസിലുണ്ടെന്നല്ല, എന്റെ പെണ്ണുമ്പള ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൽ ന്യൂസിലാൻഡ് ആയിരുന്നു. ഇന്നലെ പിന്നെ മാറി ഇപ്പൊ കെനിയ. അയ്യോ അത് അറിഞ്ഞു വെച്ചോണ്ട് പിന്നെ കൊണ്ട് കയറ്റാവോ? എവിടാ? കെനിയാന്ന് പറഞ്ഞു. കെനിയയിലോ? സംഭവം എന്ന് പറഞ്ഞാലേ അവിടെ ഇപ്പൊ രാത്രി 2 മണിയാ. കെനിയയില് തനിയെ ഉറങ്ങാതിരിക്കും. അവൾ ഇത് കണ്ടിട്ടേ ഉറങ്ങത്തോളെന്ന് പറഞ്ഞു. എന്തോ എന്റെ പണിയായിട്ട്. അയ്യോ അത് ചെയ്യണം. ഇതാ കട്ടള കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ സാധനം? സൂപ്പർ അടിപൊളി കട്ടളയായിട്ട്. ചെയ്യണേ. മക്കളൊന്നും ഇല്ലേ സാറിന്? മക്കളുണ്ട്. ഒരു തിരുവോണത്തിനായിരുന്നു 2 പിള്ളേര്. 2 പിള്ളേരോ? ഓണത്തിന്റെ ഓഫർ ആയിരിക്കും. ഇരട്ട പിള്ളേര്. എന്നിട്ട് എന്ത് ചെയ്യും? മക്കൾ എന്ത് ചെയ്യും? 2 ഞങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അവന്മാര് ഹോസ്റ്റലിലും പെണ്ണുമ്പള കെനിയയിലും. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. ഒറ്റക്കല്ല. നീ കൂടെ കാണുവോ? അല്ല ഇത് ഒറ്റക്കല്ല. ഇതേ അതെന്റെ കാര്യം. അത് എടുത്താൽ കിട്ടാനകത്ത്. അല്ല നിന്റെ കൂടെ ഒരു ബംഗാളി ഇല്ലായിരുന്നോ പണിക്ക്? കഴിഞ്ഞ ആഴ്ച നിന്നതോ? ആ ബംഗാളി ഇപ്പൊ കണ്ട്രാക്കാ. അവൻ ജീവിക്കാൻ പഠിച്ചവനാ. അവൻ ജീവിക്കാൻ പഠിച്ച അവിടെ വന്ന് മലയാളം പാട്ട് പഠിച്ച് ഇപ്പൊ ഗാനമേള ട്രൂപ്പിൽ പോകുന്നുണ്ട്. നമ്മൾ മാത്രം ഇങ്ങനെ നടക്കുക. നീ ഒറ്റയ്ക്കാണ് ഇവിടെ പണിയുന്നത്? അല്ല നമ്മുടെ സുരേഷ് ഉണ്ടല്ലോ. സുരേഷ് വരുന്നുണ്ടോ? അവനെ ഞാൻ ഒരു സാധനത്തിന് പറഞ്ഞു വിട്ടേക്ക്. അവന് പോരും. നമുക്ക് എപ്പോഴാ സമയം? നമുക്ക് 11:30 കറക്റ്റ് സമയത്തിന് സാധനം വെക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. 11:31. ഞാൻ എങ്ങനെ ഉണ്ട്? ആ വത്സരക്ക് അച്ഛനെ കാട്ടി കേട്ടോ മൊണ്ണയാ. എന്തോ പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും. ഇവിടെ ആന നിപ്പണെന്ന് പറഞ്ഞാൽ ഓക്കെ. അവിടുത്തെ പുതിയ പണിക്കാരെ വേറെന്താന്ന് പറഞ്ഞേ? സുരേഷ്. നല്ല സെൽഫി എടുക്കണം. നിക്കണേ. പെണ്ണുങ്ങളെ അയച്ചു കൊടുക്കാനാ സെൽഫിയാ. ഇതെന്തുവാ? അന്നലെ കട്ട കഴിയില്ലേ? കട്ട വീണ് ചതഞ്ഞ എന്റെ പെണ്ണുങ്ങളെ കാണിക്കുന്നത്. മാറ്റിപ്പിടി. നോക്ക് അങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നുണ്ടോ എനിക്ക് അറിയണ്ടേ? നോക്ക്. അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ടോ? അയച്ചോട്. നമ്മുടെ കട്ടള എങ്ങനെയുണ്ട്? മൂത്ത തേക്ക. അയ്യോ പ്ലാവാ. പ്ലാവല്ലേ? മൂത്ത പ്ലാവാ. പ്ലാവിന് അങ്ങനെ മൂത്തത് ഇളയതൊക്കെ ഉണ്ട്. ഇളയനാ കോട്ടയത്ത് കെട്ടിച്ചേ. പ്ലാവ് എന്ന് പറഞ്ഞാൽ കാതലുള്ള തടിയാണെന്ന്. ഞങ്ങൾ വടശ്ശേരിക്കര പണിക്ക് പോയില്ലയോ? അവിടെ എന്തോ മൊത്തം തേക്കായിരുന്നില്ലടാ. പിന്നെ അവരുടെ കട്ടില് കട്ടള, അവരുടെ ഫർണിച്ചർ മൊത്തം കട്ടള, മേൽക്കൂര കട്ടള, ഇരിക്കുന്ന സ്റ്റൂളില്ലയോ അതുവരെ കട്ടളയാ. എന്തോ പറയുന്നത്? മൊത്തം തേക്കാന്നങ്ങാണ്ട് പറയുവാ. ബംഗാളി തന്നെ പോരായിരുന്നു സത്യം പറഞ്ഞ. അവ മതിയായിരുന്നു. സത്യം പറഞ്ഞ കഴിഞ്ഞ മാസം മൂലം ഞാൻ സോമനെ വിളിച്ചോണ്ട്. കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ഫോണിൽ പോലും കിട്ടുന്നില്ല. അന്നാണെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം. അപ്പൊ സാറല്ലോ സുരേഷ് ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഇറ്റലിയിലല്ലായിരുന്നോ? ഇറ്റലി പോയോ? അതറിഞ്ഞില്ലയോ? എന്റെ ഈ ലോക അത്ഭുതങ്ങളിൽ ഒന്നല്ലേ പീസാ ഗോപുരം ചരിഞ്ഞിരിക്കുന്നത്. അത് നേരെ ആക്കണം. വിളിച്ചോ? എന്നെ വിളിച്ചു പ്രസിഡന്റ് ജോസ്കോയോ. അങ്ങനെ തടത്തിൽ ജോസ്കോ അങ്ങനെ ഈ പുള്ളി എന്നെ വിളിച്ചെന്ന് പറഞ്ഞ അവര് നെറ്റിൽ നോക്കി ഇങ്ങനെ ആരുണ്ട് നല്ല മേശ്വരിമാരാണ്. ഗൂഗിളിൽ അടിച്ചപ്പം അതിന് ഗൂഗിളിൽ കാണിക്കുന്നുണ്ടാ കേരള സോമൻ കേരള എന്നെ വിളിച്ചു. ഞാനെന്താ പിറ്റേ ദിവസം പോകണ്ടേ? മൂത്ത ചേർക്കനെ പാന്റിന്റെ അരവണ്ണം ഒക്കെ കുറച്ച് സുരയുടെ മോന്റെ ബെൽറ്റ് മേടിച്ചു. ഞാനിട്ട് രാവിലെ ഫ്ലൈറ്റ് കയറി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഇങ്ങനെ നിൽക്കുക. പിസാഗോപുരം ചരിഞ്ഞിരിക്കുക.
ഞാൻ ചെന്ന പാടെ എന്താണെന്നറിയാ ചോട്ടിലെ മണ്ണങ്ങ് മാന്തി മൊത്തം അങ്ങ് മാന്തി മാന്തി അടി ചെന്നപ്പോ ഇത്രേ ഒരു കല്ലിന്റെ പുറത്തിരിക്കും ഈ സാധനം. ആ കല്ല് മുറ്റി അത് മാറ്റിയ ദൂരാന്ന് കേസേ ഉള്ളൂ. മാറ്റിയോ? അതല്ലേ രസം. ഞാൻ തിരിച്ച് മണ്ണിട്ട് മേളിൽ കയറി പോകും. അതെന്നാ പരിപാടി കാണിച്ചേ? എടാ ഞാൻ താഴെ ചെന്നപ്പോ ഈ കല്ലേലേ ഒരു ചൈനക്കാരൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കോ മെയ്ഡ് ഇൻ ചൈനയിൽ. ചൈനയുടെ സാധനം നമ്മൾ തൊടുവോ? ഇന്ത്യക്കാർ തൊടാൻ പാടില്ല. അപ്പൊ ഞാൻ അതുപോലെ മൂടി ഞാൻ മേളിൽ കയറി വന്നു. അത് തന്നെയുമല്ല, ഞാനായിട്ട് എന്തിനാ ഒരു അത്ഭുതം ഇല്ലാതാക്കുന്നത്? ആ കഥയും വിശ്വസിച്ചിരിക്കുക. ആ ഇറ്റലി കൊണ്ടുവന്ന ചുറ്റയും ഇങ്ങോട്ടും പറഞ്ഞ ഇത്ര മിറ്റിലടിക്കാനാ. കയ്യിൽ നിന്നിട്ട് കളിക്കണ്ട, അധികം കളിച്ചാൽ പുള്ളി പോക്കും. ഞാൻ പണിയട്ടെ. ആ പണി നീ സത്യം പറഞ്ഞ എനിക്ക് ചായ ഇടാൻ അറിയത്തില്ല. വേണ്ട, 9 മണിക്ക് വേലക്കാരി വരും. അവളായിരുന്നു ഇവിടെ ചായയൊക്കെ ഇടുന്നത്. അവള് ചായ ഇട്ട ഭയങ്കര കൈപ്പുണ്യാ. പക്ഷെ കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ അവള് വരത്തില്ലെന്ന്. ചീപ്പ് താഴെ വരത്തില്ലേ? എനിക്ക് പിന്നെ ചായ ഇടാൻ അറിയത്തില്ല. ഞങ്ങൾക്ക് ചൂടുവെള്ളം മതി. ചൂടുവെള്ളം മതി. ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി. ചൂടുവെള്ളം സാറ് എളുപ്പം കൊണ്ടുവരണേ. പിന്നെ ചൂടുവെള്ളം ഇടുമ്പോഴേ ചില തേയിലയും പഞ്ചസാരയും കൂടി ഇട്ടോ. അതായത് കട്ടൻ ചായ അല്ലേ? കട്ടൻ ചായ വേണ്ട, വേണ്ട. ചില തേയിലയും പഞ്ചസാര ഇട്ട് ചൂടുവെള്ളത്തിലെ മധുരം വേണ്ട. ഒരാൾക്ക് വിത്തൗട്ടേ. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു? ഭയങ്കര രസമാ. പുള്ളി പൈസയെ നമ്മുടെ ശമ്പളം ജീപ്പിൽ ഇടുന്നാ പറഞ്ഞേ. പുള്ളിയുടെ ജീപ്പ് അടക്കടപ്പെട്ട് പുറകെ പോയി ഇടക്കിടക്ക് നോക്കണം. കേട്ടോ, രാവിലെ ഞാൻ ഛർദിക്കാൻ വരുവാ. നിനക്ക് ഛർദിക്കാൻ വരുന്നോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നു കഴിച്ചാലോ? ഈ ഛർദിക്കാൻ വരുന്നതിന്റെ കൂടെ പൊറോട്ട മുട്ടയും കൂടെ തിന്നാനോ? എന്നാ ഇവരൊക്കെ വലിയ പണക്കാരൻ വീടല്ലേ? ഇവിടെ വന്ന് നമ്മൾ മുറ്റത്ത് വന്ന് ഒന്നും ഇല്ലാതെ കാറ്റ് മാത്രം ഛർദിച്ചു നോക്കുന്ന നാണക്കേടല്ലയോ? നമ്മുടെ ഇല്ലായ്മ നമ്മൾ അറിയിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊറോട്ട കഴിക്കും. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു താളാവേ, എനിക്കൊരു താ. അതല്ലേലും ഓ സാധനമല്ലേ എല്ലാ ദിവസവും കാണിച്ച് എങ്ങനെയുണ്ട് പൊറോട്ട? എവിടെ മേടിച്ചേ? ഞാൻ രാജുവണ്ണന്റെ കടയിൽ നിന്നാ വാങ്ങിച്ചേ. രാജുവിന്റെ കടയിൽ നല്ല സാധനം. ആഹാ, അടിപൊളി പൊറോട്ടാണടാ. ഉള്ളി എന്തിയെ? ഉണ്ണി ഇപ്പൊ അവന് അവിടെ ഇല്ല, കടയിലില്ല, പോയെന്ന് തോന്നുന്നു. മട്ടയുടെ ഉണ്ണി എന്തിയെന്ന്? മുട്ടയുടെ ഉണ്ണി അത് ഞാൻ ആ മുട്ട കിട്ടിയപ്പോഴേ അവിടെ കഴിച്ചു. എന്റെ ഫോൺ എടുക്കുന്നത് ഇതാ ജോണ്. ലോണല്ല ലോണ്. അണ്ണ ഇപ്പൊ എന്തോ പറയണ്ട? അപ്പൊ ലോണ് കഴിഞ്ഞ ദിവസം തൊട്ട് വിളി. എന്റെ ഒരു പൈസ ഇല്ല കൊടുക്കാൻ. ഇത് കാണില്ലേ? ഇതിന്റെ ഒരു അടവ് കാണിയില്ലേ? അടവ് ഞാൻ കാണിക്കാൻ. ലാസ്റ്റ് അടവാ ഇത്. ഹലോ സാറേ, പനിയാ സാറേ. പനിയാ, ഞാന് പണിക്കൊന്നും പോയിട്ടില്ല. അയ്യോ ഭയങ്കര പനി. അല്ല അല്ല അല്ല, തരാം തരാം, 2 ദിവസത്തിനുള്ളിൽ തരാം. സെറ്റായോ? സെറ്റായി, സെറ്റായോ? ഞാൻ ഇതുപോലായിരുന്നു. വെയിറ്റ് ഷർട്ടിൽ നിന്ന് ഇപ്പൊ കടന്ന് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അതല്ലേ നീ കാണിച്ചപ്പോ ഞാൻ മൈൻഡ് ചെയ്യായിരുന്നു. നിനക്ക് എന്തോ ഇന്നത്തെ ശമ്പളം വേണമെന്ന് പറഞ്ഞ എന്തിനായിരുന്നു? ഇനി ശമ്പളം വേണം. എന്തുവായിരുന്നു സംഭവം? മാർക്കോ ഫ്രാൻസിസിന് കൊടുക്കാനാ. തീർത്ത് ഇന്ന് തന്നെ തരണം. മൈക്രോ ഫിനാൻസ് അതെന്നാ കഴിഞ്ഞ ആഴ്ചത്തെ കൊടുത്തു. ഇത് മാക്രോ ഫ്രാൻസിസ് ഞങ്ങളോട് വരുന്ന ബ്ലേഡുകാരന്റെ പേരാ. അപ്പൊ അവിടെ ഉണ്ട് കാണാൻ. പിടിച്ചേ. ആ ചായ ഉണ്ടോ?